കൂട്ടുകാരെ, നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ടോ, ഈ ഇരിപ്പാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഫോണും നോക്കി റിലാക്സ് ചെയ്തിരിക്കാന്ന്. പക്ഷെ അതല്ലാട്ടോ സത്യത്തിൽ ഇതിൽ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ ഒട്ടും പറ്റാത്ത അവസ്ഥ. ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് പണിയുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യാനും പറ്റില്ല. ആ ഒരു അവസ്ഥയാട്ടോ. ക്ലീനിങ് ആണ് ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ പണിയായിട്ട് തോന്നുന്നത്. കാരണം എത്ര ചെയ്താലും കാണൂല, പക്ഷെ ചെയ്താലോട്ട് തീരുമില്ല. അപ്പൊ ഇപ്പോഴത്തെ വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാട്ടോ കോലം. കാരണം നല്ല അലങ്കോലമായി കിടക്കുകയാണ് കുട്ടികളെ. നല്ല അലങ്കോലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊടിയുണ്ട്. നമുക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഒരുവിധം ക്ലീനിങ്ങുകളൊക്കെ അത്യാവശ്യം കഴിഞ്ഞ് റൂമൊക്കെ ക്ലീൻ ചെയ്ത് അടച്ചിട്ടു. പക്ഷെ എനിക്ക് ഈ ഒരു സ്ഥലം ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ നടക്കുന്ന ചെറിയൊരു പണി കഴിഞ്ഞാൽ മാത്രം ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനായിട്ടുള്ള വെയിറ്റിംഗ് ആട്ടോ. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ നിറച്ച് പൊടിയായിരുന്നു. അതൊക്കെ ക്ലീനിങ് കഴിഞ്ഞ് സമാധാനമായിട്ടൊന്ന് ഇത്തിരി ഏറെ ഇരുന്നതാട്ടോ നിങ്ങളിപ്പോ കണ്ടത്. അപ്പൊ ഇതെന്താ നമ്മുടെ വീട്ടിൽ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മോൾ ഭാഗത്ത് ഒരു കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു റൂം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ റൂം ഇപ്പൊ പിള്ളേരൊന്നും കളിക്കണമൊന്നുമില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്തായാലും അത് ടൈലിട്ട് അപ്പൊ അത് പിള്ളേർക്ക് ഇനിയിപ്പോ കണ്ണന് വെച്ചാലും പഠിക്കാനൊക്കെ പോയിരിക്കണ സ്ഥലമാക്കാന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു പ്ലാനിങ്ങിൽ മൂളിയതേ കണ്ടുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം നേരം വിളിച്ചപ്പോ വരുന്ന ടൈലും സാധനങ്ങളും. അപ്പൊ ചേട്ടന്മാര് ഉറപ്പ് തന്നു നിന്ന് തന്നെ തീർക്കാം, ഒരു ദിവസത്തെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ല പോലെ എംസാൻഡിന്റെ സിമെന്റിന്റെ ഒക്കെ ഇതുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ 3 കുട്ടീസിനെ ഞാൻ വീട്ടിലേക്ക് വിട്ടു കേട്ടോ, എന്റെ അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക്. അല്ലെങ്കിൽ പൊടിയിലൊക്കെ കിടന്ന് പൊടിയിൽ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അലർജിക്ക് ഞാൻ കൊണ്ടു നടക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്നും ഹോസ്പിറ്റലിൽ കയറാനേ നേരമുള്ളൂ. കാരണം ഇതുപോലെ ടൈലൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല പോലെ പൊടി വരും. പിന്നെ അകത്തിട്ട് തന്നെ ചെയ്യണത്. കാരണം കയറി ഇറങ്ങി താഴെ പോയി കൊണ്ടുവരാനൊന്നും നടക്കണ കാര്യമില്ല. അങ്ങനെ അവര് ടൈൽസ് ചേട്ടന്മാർ പണിയൊക്കെ കഴിഞ്ഞ് അവര് ക്ലീൻ ആക്കി പോയി. പിന്നീടുള്ള ക്ലീനിങ് ആണ് കാണുന്നത് മൊത്തം. സർവത്ര സ്ഥലത്തും പൊടിയായിരുന്നു. അപ്പൊ തുടക്കത്തിൽ രാജേഷേട്ടൻ നിന്നുണ്ടെങ്കിലും ഫോൺ വന്നപ്പോ രാജേഷേട്ടൻ പോയി. എപ്പോ എന്ത് സഹായിക്കാൻ നിൽക്കുമ്പോ അപ്പൊ ഒരു കോള് വരും, ആള് സ്കൂട്ടാവും. ഇത് തന്നെ അവസ്ഥ. പിന്നീട് അങ്ങോട്ട് ഒറ്റയാൾ പോരാട്ടായിരുന്നു കേട്ടോ. ഞാനും ചൂലും തുടക്കണം മോപ്പും. അങ്ങനെ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതേ അതാത് സ്ഥാനത്തേക്കൊക്കെ ഇട്ടതേ. ഇത് ലാസ്റ്റ് പണിയാട്ടോ. ഇതാണ് എൻ്റെ വീട്ടിലെ ക്ലീനിങ്ങിന്റെ ഏറ്റവും ലാസ്റ്റത്തെ പരിപാടി. കാരണം ഫ്രണ്ടിൽ ഇതുപോലെ ടൈൽ ഇട്ടേക്കണ കാരണം കൊണ്ട് തന്നെ ഇത് ഒന്ന് കഴുകി കളഞ്ഞില്ലെങ്കിൽ നിറച്ച് പൊടിയുണ്ടാവും. അപ്പൊ അതൊക്കെ കഴിഞ്ഞതേ കുളിയൊക്കെ കഴിഞ്ഞ് വീടും ക്ലീനായി, ഞാനും കുളിച്ച് റെഡിയായതേ. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് അപ്പൊ രാവിലെ തുടങ്ങിയ പണിയാണ്. അപ്പൊ തീർന്നപ്പോഴേക്കും രാത്രിയായി. ഇനി വേണം കുട്ടീസിനെ കൊണ്ടുവരാൻ. അപ്പൊ ഈ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്ത്, കാരണം ഇന്ന് എനിക്ക് വേറെ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്താൽ പിന്നെ വെറുതെ ഇരിക്കാന്ന് പറയുന്ന ഭർത്താക്കന്മാരോട് ഭാര്യ വെറുതെ ഇരിക്കല്ല, വീട്ടിൽ ഒരു നേരം ഇരിക്കാൻ പറ്റാത്ത പണിയുള്ളത് വീട്ടുപണിയാണ് കേട്ടോ, പ്രത്യേകിച്ച് കുട്ടികളുള്ളപ്പോ. അപ്പൊ ഇത്രയുള്ള